ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സഹായം ചെയ്തു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ലിസി ജോസഫ്സ് ആണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ഓർമ്മശക്തി കർത്താവ് പൂർണ്ണമായി മടക്കി കൊടുക്കുന്നതിനായിട്ടും തൻ്റെ ശാരീരികമായി തന്നെ ഹല്ലേലൂയ വല്ലാതെ വിഷമിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കേണ്ടതിനായിട്ടും ഹല്ലേലൂയ കർത്താവിന് വേണ്ടി അധികത്തിൽ പ്രയോജനപ്പെടുന്നതിനായിട്ടും ദൈവവചനം ഒന്നുകൂടെ പഠിക്കുവാനും അത് ഓർമ്മയിൽ നിൽക്കുവാനായിട്ടും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ടാണ് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നത്. അതിൻ്റെ എപ്പിസോഡിൽ ഒരു പ്രത്യേക ഇതുവരെയും വെളിപ്പെടാത്തതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി സഹോദരിക്ക് കർത്താവിന് വേണ്ടി വലിയ വലുതായി പ്രയോജനപ്പെടണമെന്നുള്ള ആഗ്രഹം അറിയുക. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ചില ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ കബോർഡിൽ നിന്ന് ഒരു വിലപിടിപ്പുള്ളൊരു കാര്യം നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ച് മടക്കി ലഭിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതാരാണോ എടുത്തത് അത് തിരിച്ചു കൊണ്ടുവയ്ക്കുവാനായിട്ട് അവരുടെ ഹൃദയത്തിൽ ദൈവം ഇടപെടേണ്ടതിനായിട്ടും അതേപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ സഹോദരിയുടെ അമ്മയ്ക്ക് ഹല്ലേലൂയ സോഡിയം കുറഞ്ഞു പോയതുകൊണ്ട് ഹല്ലേലൂയ ആ ശരീരത്തിനകത്ത് മറ്റു രോഗങ്ങളും അസ്വസ്ഥകളും വളരെ കൂടുതലാണ്. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് കണ്ണുകൊണ്ട് നടച്ച് ഇവർക്ക് വേണ്ടി പൂർണ്ണമായി നേൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ, അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ, അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ. പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുകയാണ്. ഒരു വലിയ ദൈവകരം, ഒരു വലിയ ദൈവിക വിടുതൽ ഈ മകളുടെ മേലും ഈ കുടുംബത്തിന് മേലും വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അറിയുക തൻ്റെ ഓർമ്മശക്തിയെ ദൈവം മടക്കി കൊടുക്കണമേ അപ്പ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ ദൈവത്തിൻ്റെ വലിയ കരം വെളിപ്പെടേണ്ടതിനായിട്ട് കർത്താവെ അതേപോലെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ വിശ്വസ്തത വെളിപ്പെടുത്തണമേ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ അപ്പ. ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ പ്രിയ സിസ്റ്ററിൻ്റെ ഹല്ലേലൂയ ശാരീരികമായി നിൽക്കുന്ന എല്ലാ അസ്വസ്ഥതകളും മാറി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ടും അതേപോലെ തന്നെ തൻ്റെ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ ആ കബോർഡിൽ നഷ്ടപ്പെട്ടു പോയത് തനിക്ക് തിരിച്ചു ലഭിക്കേണ്ടതിനായിട്ടും തനിക്ക് ദൈവവചനം അതിൽ കൂടുതൽ വളരുവാനായിട്ട് കർത്താവ് തനിക്കൊരു വലിയ കൃപ കൊടുക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ആ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രിയ സിസ്റ്ററിൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം ഒരു വലിയ അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പം. വലിയ ദൈവകൃപ സ്വർഗത്തിലെ ദൈവം ചെയ്യേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ മഹത്വം വെളിപ്പെടുത്തണമേ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ അപ്പം. അങ്ങ് ജീവിക്കുന്ന ദൈവം ആകയാൽ സ്തോത്രം. അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് അനുകൂലമായതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, 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 ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ തൊട്ടുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ ഈ 2 കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഈ കൂടി വന്ന ചെറിയ കൂട്ടത്തോട് പരിശുദ്ധാത്മാവാഴമായി ഹല്ലേലൂയ ഇടപെടുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേരാ ഇന്ന് ദൈവസന്നിധി ശ്രദ്ധയോടിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധയോടായിരിക്കുന്നെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഒരു ആഴം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് വരുന്ന ആ മിനിറ്റ് മുതൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. നിങ്ങൾ ഈ മിനിറ്റിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുവാൻ? ദൈവത്തെ കണ്ടുമുട്ടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ ആ 2 പദങ്ങൾ നിങ്ങൾ മറക്കരുത്. ശ്രദ്ധയോടെ ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നത് ഏതോ ഒരു മിനിറ്റിൽ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടെന്നാണ് പറഞ്ഞേക്കുന്ന സങ്കീർത്തനക്കാരൻ. ഞാൻ യഹോവയെ ഹല്ലേലൂയ ശ്രദ്ധയോടെ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു മിനിറ്റിൽ ഒരു കരം എന്നെ തൊടാനിറങ്ങി വരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാവോ? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതിനോട് ഞാൻ ഒരാഴം തുറന്നുകൊണ്ട് മനുഷ്യൻ അടച്ചതിനെ തുറക്കാനുള്ള പ്രാർത്ഥനയിലോട്ട് കയറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവ് ഇന്ന് ആരും അടയ്ക്കാത്ത ഒരു വഴി എനിക്ക് വേണ്ടി തുറക്കുന്നു. നിന്റെ ആവശ്യം അറിഞ്ഞു വാതിൽ തുറക്കുന്നവരാണ്. ദൈവം വാതിൽ തുറക്കുമെന്നുള്ള വിശ്വാസമുള്ളവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച ദൈവം വാതിൽ തുറക്കുമെന്ന് വിശ്വാസമുള്ളവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച
യെസ്, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുമെന്ന് വിശ്വാസമുള്ളവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുമോ? ഈ മിനിറ്റ് മുതൽ മറ്റെല്ലാം മറന്നുകൊണ്ട് ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ എന്നെ തന്നെ മേൽപ്പിക്കുകയാണ്. ഞാൻ വന്ന ഏത് വിഷയത്തിനകത്താണോ ആ വിഷയത്തിനകത്ത് ഇന്നൊരു മറുപടി ഞാൻ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട്, നിങ്ങൾ വന്നത് ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയായിരിക്കാം, നിങ്ങൾ വന്നത് ഒരു കടപ്രശ്നം മാറാൻ വേണ്ടിയായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ ഒരു വിഷയത്തിൻ്റെ മറുപടിക്ക് വേണ്ടിയായിരിക്കാം. ആ വിഷയത്തിൻ്റെ മറുപടി ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നവൻ മടുക്കാതെ മുട്ടുന്നവനായിരിക്കണം, മടുക്കാതെ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധയോടെ ദൈവസന്നിധിയോട് അടുക്കുന്നവനായിരിക്കണം. ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. നിങ്ങളുടെ ഏത് വിഷയത്തിനകത്തും പ്രാർത്ഥനയും മറുപടി കിട്ടും. പക്ഷെ ആ പ്രാർത്ഥനയിൽ മറുപടി കിട്ടുന്നതിന് മുമ്പേ നിങ്ങളുടെ ഏകാഗ്ര ഹൃദയത്തോടു കൂടെ നിങ്ങൾ ദൈവത്തെ നോക്കണം. യായിറോസ് അത്രയും പുരുഷാരവുമായി വരുന്ന ദൈവത്തെ എങ്ങനെയാ തൻ്റെ റൂട്ടിലോട്ട് തിരിച്ചെന്നറിയാവോ? നിങ്ങൾ നോക്കേ, യേശുവും ഒരു കൂട്ടം പുരുഷാരവും ശിഷ്യന്മാരും തിരക്കിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുവരെയും കൂടെ വരുന്നവർക്ക് അറിയത്തില്ല യായിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വരുമെന്നുള്ളത്. ഹല്ലേലൂയ. അവൻ്റെ വീട്ടിലോട്ട് യേശു പോകുമെന്നുള്ളതും ആർക്കും അറിയത്തില്ല. യേശു വേറെ എങ്ങോട്ടോ പോയി ആ പത്രോസിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചേ, ഇതാ യായിറോസ് എന്ന പുരുഷൻ ഇത്രയും പുരുഷാരത്തിൻ്റെ ഇത്രയും ശിഷ്യന്മാരുടെ നടുവിൽ ബാക്കി എല്ലാം മറന്നുകൊണ്ട് ആ പാദപീഠത്തിൽ അങ്ങ് മുറുകെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഇവനെ എഴുന്നേൽപ്പിക്കാതെ യേശുവിന് മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ യേശുവിൻ്റെ റൂട്ടിനെ തിരിച്ച പ്രാർത്ഥനയാണ് യായിറോസ് പ്രാർത്ഥിച്ചത്. യായിറോസ് ആ പാദപീഠത്തിൽ മുറുകെ പിടിച്ചിട്ട് വല്ലാതെ അപേക്ഷിച്ചു, അങ്ങൻ്റെ ഭവനത്തിൽ വരണം. അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നിരിപ്പുണ്ടോ? ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. വഴിയില്ലാത്തടത്ത് വഴി വെട്ടുന്നവൻ എൻ്റെ കർത്താവ്. നോക്കെ, മുറുകെ പിടിച്ച് യേശുവായിട്ട് ഇപ്പം ഇത്രയും പുരുഷാരവും ശിഷ്യന്മാരും പുറകെ പോയ ഇപ്പം യായിറോസ് യേശുവാ ഒരുമിച്ച് പോകുന്നത്. ഞാൻ യായിറോസിനോട് ചോദിച്ചു, എങ്ങനാ നിനക്ക് യേശുവിനെ നിൻ്റെ റൂട്ടിലോട്ട് തിരിക്കാൻ പറ്റിയത്? യായിറോസ് പറയും, ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ പാദപീഠത്തിൽ മുറുകെ പിടിച്ചാൽ മതി. ഹാലിയ കർത്താവിനോട് പറഞ്ഞു, വേറെ ആരും എനിക്ക് ആശ്രയമില്ല, നീ മാത്രമേ ആശ്രയമുള്ളൂ. ഹാലിയ, നീ ഒന്ന് ഇടപെടണം എൻ്റെ വിഷയത്തിനകത്ത്. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാവോ? ദാനിയേൽ പ്രവചനം 10:18. തളർന്നുപോയ ദാനിയേലിനെ മനുഷ്യ സാദൃശ്യത്തിലുള്ള ഒരു ദൂതൻ വന്ന് തൊട്ട് ഫലപ്പെടുത്തി. വിശ്വസിക്കാവോ? ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് വന്ന് നിൽക്കുന്ന നീ തളർന്നാ വന്നെങ്കിൽ ഈ മീറ്റിങ്ങിൻ്റെ ഏതോ മിനിറ്റുകൾ കഴിയുമ്പോൾ അദൃശ്യ മണ്ഡലത്തിൽ നിന്നൊരു കരം നിന്നെ തൊടാൻ പോകുകയാണ്. അദൃശ്യ മണ്ഡലത്തിൽ നിന്നൊരു കരം നിന്നെ സ്പർശിക്കാൻ പോകുകയാണ്. ഒന്ന് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് ഇതാ ദൈവത്തിൽ നിന്ന് വെളിപ്പെടുന്നത്. തളർന്നുപോയ ദാനിയേലിനെ ഒരുത്തൻ വന്ന് തൊട്ട് ബലപ്പെടുത്തുകയാണ്. എത്ര പേരുടെ കൂടെ ചേർന്നുകൊണ്ട് ആ കരം വന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേ, ഒന്ന്, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ അടുത്ത 6-ാമത്തെ വാക്യം പറയുന്നു, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ ദൈവം യഥാസ്ഥാനമാക്കും. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറയാവോ? ഒന്ന്, ശ്രദ്ധയോടെ അന്വേഷിക്കണം. 2, ഹല്ലേലൂയ, സർവശക്തൻ്റെ അടുക്കൽ നീ വന്നെന്നുള്ള ഉറപ്പ് വരണം. 3-ാമത്തത്, നീ നിർമ്മലനായിരിക്കണം. നിന്റെ ഹൃദയം മുഴുവൻ പാപവും ഭാരവും എല്ലാം കയറ്റിവെച്ച് അലസ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വന്നാൽ ദൈവം നിന്നോട് അടുക്കണമെന്നില്ല. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിൽ കൈവച്ചിട്ട് പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും കേട്ടോ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരും. അറിയ, നാളുകൾ മുട്ടിയതിന് തുറക്കും കർത്താവ്. ആഴത്തിൽ ആരോടോ വിളിച്ചു പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18:6-7 വാക്യങ്ങൾ. 6-7 വാക്യങ്ങൾ ഒരുമിച്ച്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന
തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും ഹല്ലേലൂയ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ 8 മാസം നീ നിലവിളിച്ചത് കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടല്ല. ഇന്നത്തെ ദിവസം നിന്നെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം നിന്നെ രക്ഷിക്കാൻ പോകുന്ന ദിവസമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചിലർ പറയും, ഞാൻ ഇത്രയും മാസം മുടങ്ങാതെ പ്രാർത്ഥനയ്ക്ക് വന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന എൻ്റെ വിഷയത്തിന് മാത്രം ഒരു മറുപടി ഇതുവരെ കണ്ടില്ല. എൻ്റെ കൂടെ ഒരാഴ്ച വന്നവർക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. അറിയാം, ദൈവം ഉത്തരം പറയുന്നവനാ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാ. പ്രാർത്ഥിക്കുന്നതിനകത്ത് 2 മേഖലകളുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച ലൂക്കോസിന്റെ സുവിശേഷം 1:13 വാക്യത്തിൽ ദീർഘനാളുകൾ കാത്തിരിക്കുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യാൻ നിന്ന സെക്കരിയാവിനോട് ദൂതൻ വന്ന് മറുപടി പറയുക, സെക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്തുവാ പ്രാർത്ഥനയ്ക്ക്? അപ്പൊ ദൈവം ഉത്തരം തരുന്നവനാ. സെക്കരിയാവ് കണക്കനുസരിച്ച് 52 വർഷം കാത്തിരുന്നതാണ്. 52 വർഷം, 84 വയസ്സിലാണ് വിടുതൽ നടക്കുന്നത്. 52 വർഷം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. നമ്മളാണെങ്കിൽ കാത്തിരിക്കുമോ? നമ്മളാണെങ്കിൽ പ്രാർത്ഥിക്കുമോ? പക്ഷെ സെക്കരിയാവിൻ്റെ നീണ്ട നാളുകൾ വെയിറ്റ് ചെയ്തെങ്കിലും സെക്കരിയാവിൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുക, സെക്കരിയാവേ ഹല്ലേലൂയ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. നിങ്ങൾ നോക്കേ, ഇതേപോലെ തന്നെ ഉത്തരമായി എന്ന് പറയുന്ന പല ഭാഗങ്ങളുണ്ട്. എബ്രായ ലേഖനം 5:7 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. 5:7 വാക്യം എന്ന് പറഞ്ഞാൽ 33 വയസ്സ് വരെയും ദൈവത്തിന് മുമ്പാകെ ഭക്തിയോടെ ജീവിച്ച, അവസാനം 3.5 വർഷം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച യേശുവിന് ഹല്ലേലൂയ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. കർത്താവ് ക്രൂശിൽ മരിക്കാനാണ് വന്നത്. പക്ഷെ ആ ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പേ അവൻ്റെ അസ്ഥികൾ വേർവിട്ടു പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. അസ്ഥികൾ വേർവിട്ടു പോയി. അസ്ഥികൾ വേർവിട്ടു പോയ ഒരു മനുഷ്യന് ക്രൂശ് ചുമക്കാൻ പറ്റുമോ? നമ്മുടെ ഈ കൈ ഒന്ന് ചെറുതായിട്ട് ഉളിക്കാൻ പിന്നെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ വേർവിട്ടു പോയെന്ന് പറഞ്ഞാൽ നേരെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനുവേണ്ടി അവൻ ഉറച്ച നിലവിളിയോടെ ആ ദൗത്യം പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ അടിയേറ്റ് ഒന്ന് കുറയാതെ 39 അടികൾ ആ ശരീരത്തെ ഏറ്റെടുക്കുന്ന സമയത്ത് ശരീരം ഉഴവുചാല് പോലെ തകർക്കപ്പെടുകയും മുറിക്കപ്പെടുകയും ചെയ്തു. കണ്ടാൽ ആളറിയാത്ത രീതിയിലാക്കപ്പെട്ടു. നേരെ നിവർക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ ആ മരക്കുരിശ് അവന് ചുമന്നു. എന്തിനു വേണ്ടിയെന്നറിയാവോ? നിന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി, നിന്നെ സ്വന്തം മകനാക്കി തീർക്കാൻ വേണ്ടി. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവ് ഭയഭക്തി നിമിത്തം കർത്താവിന് ഉത്തരം ലഭിച്ചെന്ന പ്രാർത്ഥന. ഭയഭക്തി നിമിത്തം കർത്താവിന് ഉത്തരം ലഭിച്ചു. എല്ലാ കരവും ഒന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് ഉത്തരം ലഭിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. മത്തായിയുടെ സുവിശേഷം 6:6 നിങ്ങൾ ശ്രദ്ധിക്കണം. 6:6 നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥനയ്ക്ക് 2 ആൻസറുകളുണ്ട്. ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഞാൻ ഇന്നലെ രാവിലെ ഹല്ലേലൂയ രാവിലെ ഈ ദിവസങ്ങളിലൊക്കെ രാവിലെ എഴുന്നേറ്റ് ദൈവ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ ഞാൻ ആത്മാവ് വിളിച്ച് പറയട്ടെ, കർത്താവിനോട് പറഞ്ഞു, നിന്റെ ചോദ്യമല്ലടാ ഞാൻ നിന്റെ ആൻസറാണ്. വിശ്വസിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെ ആൻസർ ദൈവമാണ്. ഒന്ന് കരം ഉയർത്തി 100 കണക്കിന് ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ നിൽക്കുന്നെങ്കിലും ആൻസർ ദൈവമാണ്. ഒരുമിച്ചൊന്ന് പറയാവോ? നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് ഹല്ലേലൂയ വാതിലടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കേ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അവിടെ ഉത്തരം തരുമെന്നല്ലേ എഴുതേണ്ടത്, പക്ഷെ പ്രതിഫലം തരുമെന്ന് എഴുതിയേക്കുന്നത്. അപ്പം ഉത്തരവും പ്രതിഫലവും 2-2. അല്ല, നാളുകൾ പ്രാർത്ഥിച്ചിട്ട് നാളുകൾ മുടങ്ങാതെ ആരാധനയ്ക്ക് വന്നിട്ട് നിങ്ങൾ ഏതോ മേഖലയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
പക്ഷേ ആ വിഷയത്തിന് മറുപടി ആയില്ല, ഉത്തരം ആയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയും, അത് മറുപടിയിൽ തീർക്കാനല്ല ദൈവം നിൽക്കുന്നത്. ഒരു പ്രതിഫലം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രതിഫലം അതിനകത്ത് വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം വന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രതിഫലം അതിനകത്ത് വെച്ചിട്ടുണ്ട്. പ്രതിഫലം വെച്ചിട്ടുണ്ട്. ഈ പ്രതിഫലം ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഉത്തരം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആ പനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പനി അങ്ങ് മാറി, ഉത്തരവായി. ആരും അറിയാതെ പോകുന്നത്. പ്രതിഫലം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ലാസറുമായി അടുത്ത ദിവസം പന്തിക്കിരിക്കുന്നത് പ്രതിഫലമാണ്. ലോകം അവസാനിച്ചെന്ന് പറഞ്ഞെടുത്തുനിന്ന് ദൈവം മടക്കി വരുത്തി പ്രതിഫലമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രതിഫലത്തിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറഞ്ഞാൽ, ഞാനൊരു പദം കയറി പറയുക, നീ അവസാനിച്ചാലും നിന്റെ മേളിൽ വന്ന പ്രതിഫലം ലോകം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രതിഫലം എന്ന് പറയുന്നത് ഒറ്റ എന്തരിൽ തെള്ളി നീക്കാൻ പറ്റാത്തതാ. പ്രതിഫലം എന്ന് പറയുന്നത് ഒറ്റ എന്തരിൽ അവസാനിപ്പിക്കാൻ പറ്റാത്തതാ. നീ 100 വർഷം കഴിഞ്ഞാൽ ഈ പ്രതിഫലത്തെക്കുറിച്ച് ജനം പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ അതിശ്രദ്ധയോടെ നിൽക്കുന്ന ചിലരോട് ഞാൻ ആത്മാവി വിളിച്ചു പറയുക, ഇതൊരു മറുപടിയുടെ സമയമാണ്. ഇതൊരു മറുപടിയുടെ സമയമാണ്. എത്ര പേർ ഞാനിപ്പോൾ അല്പസമയമാണ് ആലിയ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഒന്ന്, നീ ഏകാഗ്ര ഹൃദയത്തോടെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലോട്ട് അടുക്കുക. 2, അറിയാം, ഞാനിപ്പം പ്രാർത്ഥിക്കുന്നത് സർവശക്തിയുള്ള, ചെയ്യാൻ പറ്റാത്ത മനുഷ്യനോടല്ല ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്. എൻ്റെ ദൈവം അത് ചെയ്യുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പാണ്. അറിയാം, അങ്ങനെ ഉറപ്പായ ഞാൻ നിർമ്മലനോടുകൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട്, നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ നീ അന്വേഷിച്ച് അപേക്ഷിക്കുന്ന നിൻ്റെ ദൈവം ഉണ്ടല്ലോ, ഇപ്പം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. നിനക്ക് വേണ്ടി എൻ്റെ ദൈവം എഴുന്നേറ്റ് വരും. ഇന്നത്തെ പ്രാർത്ഥനയിൽ എഴുന്നേക്കുന്ന ദൈവത്തെ ഒന്ന് കാണാൻ പറ്റുമോ? എഴുന്നേക്കുന്ന ദൈവത്തെ ഒന്ന് കാണാൻ പറ്റുമോ? ദൈവം എഴുന്നേക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? അതെങ്ങനെയാ പാസ എഴുന്നേക്കുന്ന? എനിക്കൊന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം. 38 വർഷമായി ആരെ സഹായിക്കാനില്ലാത്ത ഒരു മനുഷ്യൻ ആ കൊളക്കടവിൽ കിടപ്പുണ്ട്. ആ കൊളക്കടവിൽ കിടക്കുന്നവന് ഹല്ലേലൂയ 38 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ അവനോടൊപ്പം അറിയാം, ദൈവത്തെ വിളിച്ച ഒരാളും ഇപ്പോൾ അവിടെ ഒന്നും ഉണ്ടാകണമെന്നില്ല. അവനൊരു വ്യത്യസ്തനായ ഒരു മൂലയിൽ കിടക്കുക. അനേകർ സൗഖ്യമായി എഴുന്നേറ്റ് പോയിട്ടുണ്ട്. പക്ഷെ അവരെ ആരെയും പേര് ബൈബിളിലില്ല. അവരെ ആരെയും കുറിച്ച് ബൈബിളിലില്ല. പക്ഷെ 38 വർഷം വെയിറ്റ് ചെയ്ത നിന്നെക്കുറിച്ച് ഇതാ 9 വാക്യങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നീ ഒരു സാധാരണ ചാപ്റ്ററായി തീരാൻ പോകുകയല്ല. നീ ഒരു സാധാരണ സാക്ഷ്യമായി തീരാൻ പോകുകയല്ല. യേശു നിന്നെ കാണാൻ നേരിട്ട് വരികയാണ്. യേശു നിന്റെ അടുക്കൽ വരികയാണ്. യേശു നിന്റെ അടുക്കൽ വന്ന് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ഈ മീറ്റിങ്ങിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ? അങ്ങനെ ഈ മീറ്റിങ്ങിനകത്ത്, അയ്യോ പാസ എൻ്റെ മകൻ്റെ വിഷയം മാസങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുക, ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് യേശു നിന്റെ അടുക്കൽ വന്ന് നിന്റെ വിഷയത്തിന് മറുപടി തരാൻ പോവുകയാണ്. യേശു നിന്നെ തൊട്ട് സൗഖ്യമാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. 38 വർഷം അവിടെ കിടന്നാലും സിനിമസേ മറ്റാർക്കും കിട്ടാത്തൊരു പദവി കിട്ടി. അതെന്താണെന്നറിയാവോ? ഹല്ലേലൂയ. 38 വർഷം കിടക്കുന്നവൻ പറയുക, യേശു ഞാൻ കിടക്കുമ്പോഴേ യേശു ഈ ഭൂമി വന്നിട്ടില്ല. ഹല്ലേലൂയ. 33.5 വയസ്സിലാണ് യേശു ഈ ഭൂമിയിൽ ജീവിതം അവസാനിപ്പിക്കുന്നത്. ഞാൻ കിടക്കുന്നത് അതിനേക്കാൾ മുമ്പെയാണ്. പക്ഷേ ഈ ഭൂമിയിൽ വെളിപ്പെട്ട രക്ഷകനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയേ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ചിലവരുടെ പരാതി തീരുന്ന രീതിയിൽ ദൈവം നിന്റെ അടുക്കലോട്ട് ഇറങ്ങി വരാൻ പോകുകയാണ്. അങ്ങനെ ഒരു അനുഭവം സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടോ? യെസ്. ഞാൻ ആരോടോ ചെവിയിൽ ദൂത് പറയാ, എല്ലാ ദിവസവും കണ്ണുനീരല്ല, എല്ലാ ദിവസവും ബന്ധനമല്ല, എല്ലാ ദിവസവും വേദനയല്ല. നിന്നെ വിളിക്കുന്ന ദൈവം നിന്റെ അടുക്കൽ വരികയാ. മഹത്വം ഉണ്ടാകട്ടെ. ദേവദാസൻ എന്നോട് പ്രവചിച്ചതുപോലെ അർഹിക്കാത്ത നന്മ നീ കാണും എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് തലമുറയെ കാണാൻ ഇടയായി.
ശാരീരികമായി ഒരുപാട് അസ്വസ്ഥതകളുണ്ടെങ്കിലും ഒരാളുടെ സഹായമില്ലാതെ ഞാൻ ഒരിടത്തും പോകാത്ത ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ണൂർ വരെ ഒറ്റയ്ക്ക് പോകാനിടയായി. അതുപോലെ തന്നെ കുഞ്ഞിനെ കാണാനിടയായി. ഒരു പെൺകുഞ്ഞ് ദൈവം തന്നു. അന്ന് രാവിലെ തിങ്കളാഴ്ച അഡ്മിറ്റ് ആയെങ്കിലും ബുധനാഴ്ച വരെ ഡെലിവറി ആവാറുന്നതുകൊണ്ട് ഞാൻ ദേവദാസിനെ വിളിച്ച് പറഞ്ഞു. ഫാസ്റ്റിംഗ് പ്രയറിന് വന്നിട്ട് പോയി. അതിനുശേഷം ദേവദാസിനെ വിളിച്ച് പറഞ്ഞിരുന്നു, പ്രസവം നടന്നിട്ടില്ല പാസ്റ്ററെ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം വിശ്വസ്തനാണ്. അന്ന് ബ്രദറിനോട് ഇത് രാവിലെ വിളിച്ച് പറയുമ്പോൾ പറഞ്ഞത് വൈകിട്ടിന് മുമ്പിൽ പ്രസവം നടന്നില്ലെങ്കിൽ അവർ ഹല്ലേലൂയ അവർ സർജറിയിലേക്ക് അല്ലെങ്കിൽ സിസേറിയനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ ബ്രദറിനോട് പറഞ്ഞു വൈകിട്ടിന് മുമ്പേ കർത്താവ് അത് ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം വിശ്വസ്തനാണ്. 6 മണിയായപ്പോഴത്തേക്കും മകൾ വരെ ഭയങ്കര പെയിനായിട്ട് ഭയങ്കരമായിട്ട് ബഹളമിട്ടു. അടുത്ത നേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു സിസേറിയൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിലും വൈഫ് പറഞ്ഞു ഇല്ല, എൻ്റെ മകളല്ലേ, അവിടെ നിൽക്കട്ടെ, ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ നടക്കും, ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 6 മണി വരെ ഡോക്ടർ നോക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഡോക്ടർ വന്ന ശേഷം പറഞ്ഞു എന്തായാലും നമുക്ക് 1.5 മണിക്കൂറുടെ വെയിറ്റ് ചെയ്യാം, പ്രസവം നടക്കുമെന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡ്സിൽ തന്നെ പ്രസവം സുഖപ്രസവമായിട്ട് വന്നു. സന്തോഷമായിട്ട് കുഞ്ഞും തലയായിട്ടിരിക്കുന്നു. ഇതിലൊക്കെ ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് എവിടെയും പോകാത്തതാണ്. മാക്സിമം വന്ന് ഈ ചർച്ച വരെ വരത്തുള്ളൂ. ഞാനാണ് കണ്ണൂർ വരെ പോകാൻ ദൈവം ഇടയാക്കി, ആരോഗ്യം തന്നു, തിരിച്ചു വരാനിടയായി. സാക്ഷ്യം പറയാൻ നിങ്ങളുടെ മുമ്പിൽ ഓരോരുത്തരുടെ മുമ്പിൽ ദൈവം തന്ന കൃപയോർത്ത് വളരെയധികം നന്ദിയുണ്ട്. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകൾ നടക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർ വിവിധ ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് ഞങ്ങളുടെ വലിയ കരം വെളിപ്പെടുത്തണമേ അപ്പ. ഞങ്ങളുടെ സൗഖ്യം, ഞങ്ങളുടെ വിടുതൽ ഞങ്ങൾ വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ അത്ഭുതം വെളിപ്പെടുത്തണമേ, ഞങ്ങളുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി കർത്താവെ എന്നെ കാണുന്ന ഓരോ മക്കളുടെ മേളിലേക്കും വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വിടുതൽ ഈ മകൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ തന്നെ അലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കട്ടെ, കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ അപ്പ. പ്രത്യേകിച്ച് ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിലോട്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. അപ്പൻ്റെ കരം വെളിപ്പെട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു തമ്പുരാനെ. ഞങ്ങളുടെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുക തമ്പുരാനെ. അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നപ്പ. അങ്ങയുടെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി യേശുവേ. അങ്ങയുടെ തിരുസാന്നിധ്യം വെളിപ്പെടുത്തണമേ അപ്പ. അപ്പാ, അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ലിസി എന്ന് കാണിക്കുന്ന സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മകളെ കൂടെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ അനിൽ ബ്രദറിനെ കൂടെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. തമ്പുരാൻ്റെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി കർത്താവെ. ഒരിക്കൽ കൂടെ കർത്താവെ എന്നെ കാണുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ വേഗത്തിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ വെളിപ്പെട്ട് വരട്ടെ. ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവത്തിൻ്റെ തേജസ്സിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. എങ്കിൽ ഈ എപ്പിസോഡുകൾ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണമേ. എല്ലാ നിലയിലും ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. ആമേൻ. ഇതിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ആമേൻ.